നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു മരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അജിത് പവാർ മരിക്കാനിടയായ വിമാനാപകടത്തിൽ ദുരൂഹതയുണ്ട് എന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആരോപിച്ചിരിക്കുകയാണ്. എന്തായാലും അജിത് പവാർ NDA സഖ്യവുമായി അല്പകാലം അകന്നു നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറാനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് അജിത് പവാറിന്റെ മരണം എന്നതാണ് വലിയ ദുരൂഹതയായി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും മറ്റ് നേതാക്കളും കാണുന്നത്. NDAയുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ അജിത് പവാർ തയ്യാറെടുക്കവെയാണ് അപകടമുണ്ടായത് എന്നും വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. അജിത് പവാറിന്റെ മരണത്തിലെ അനുശോചന പരിപാടിയിലായിരുന്നു മമതയുടെ പ്രതികരണം. അജിത് പവാറിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മമത കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും പറഞ്ഞിരുന്നു. സംഭവത്തിൽ കോൺഗ്രസും അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ബാരാമതിയിലുണ്ടായ വിമാന അപകടത്തിലാണ് അജിത് പവാർ മരിച്ചത്. ബാരാമതിയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം തെന്നിമാറിയായിരുന്നു അപകടം. അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്നവരും പൈലറ്റും ഉൾപ്പെടെ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മഹാരാഷ്ട്ര പോലീസ് അറിയിച്ചിട്ടുണ്ട്. അപകട സ്ഥലത്തെ അവശിഷ്ടങ്ങൾ അധികൃതർ സൂക്ഷ്മമായി പരിശോധിക്കുകയും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും വിശദമായി പരിശോധിക്കും. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പൈലറ്റുമാരുടെ അവസാന സംഭാഷണങ്ങൾ അടങ്ങിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ATCയുമായി നടത്തിയ ആശയവിനിമയങ്ങളും പരിശോധിക്കും. വിമാന അപകടത്തിന് കാരണം മോശം കാലാവസ്ഥയാണ് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ലാൻഡിങ്ങിന് മുന്നോടിയായി ദൂരക്കാഴ്ച മങ്ങുന്നതായി പൈലറ്റ് അറിയിച്ചതായാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈയിൽ നിന്ന് ഇന്നലെ രാവിലെ 8-ന് പുറപ്പെട്ട വിമാനം 8:45 അപകടത്തിൽപ്പെടുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചലനങ്ങളിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ നേതാവാണ് അജിത് പവാർ. 8 തവണ നിയമസഭാ അംഗവും 5 തവണ ഉപമുഖ്യമന്ത്രിയും മന്ത്രിയുമായിരുന്ന അജിത് പവാർ NCPയുടെ മുഖമായിരുന്നു. മുതിർന്ന NCP നേതാവായ ശരത് പവാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്തറാവുവിന്റെയും ആശാദായിയുടെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിൽ 1959 ജൂലൈ 22-നാണ് അദ്ദേഹം ജനിച്ചത്. 1982-ൽ പൂനെ ജില്ലയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അജിത് പവാർ. 1991 മുതൽ 2007 വരെ പൂനെ ജില്ല സഹകരണ ബാങ്ക് ചെയർമാൻ ആയിരുന്നു. 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് പാർലമെന്റ് അംഗമായെങ്കിലും ശരത് പവാറിന് മത്സരിക്കാനായി ലോക്സഭാ അംഗത്വം രാജിവെക്കുകയായിരുന്നു. 1991 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായ അജിത് പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരാമതിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 സുധാകർ റാവു നായിക് മന്ത്രിസഭയിൽ ആദ്യ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായ അജിത് പിന്നീട് 5 തവണ കൂടി ക്യാബിനറ്റ് വകുപ്പിന്റെ മന്ത്രിയായി. 2010 അശോക് ചവാൻ മന്ത്രിസഭയിലാണ് അജിത് ആദ്യമായി ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫട്നാവിസ്, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ മന്ത്രിസഭകളിൽ പലതവണയായി ഉപമുഖ്യമന്ത്രിയായി.